കേരളത്തിൻ്റെ മനോഹരമായ മലനിരകളിലൊന്നായ വാഗമണ്ണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇടുക്കിയും കോട്ടയം തമ്മിലുള്ള അതിർത്തിയിലാണ് ഈ മനോഹരമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇത് ബെന്നീസ് വ്ലോഗ്സ് ലോകത്തിൻ്റെ സൗന്ദര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കോടമഞ്ഞ് മൂടിയ വഴികളിലൂടെ വണ്ടി ഓടിച്ചെത്തുമ്പോൾ തന്നെ വായുവിൽ തണുപ്പും മനസ്സിൽ ശാന്തതയും നിറയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. വാഗമണ്ണിലെ ഏറ്റവും പ്രസിദ്ധമായ സ്ഥലമാണ് ഇവിടുത്തെ മൊട്ടക്കുന്നുകൾ. ഈ മൊട്ടക്കുന്നുകളിലൂടെ കണ്ണോടിച്ചാൽ പച്ചപ്പിൻ്റെ തിരകൾ തീർക്കുന്നത് കാണാം. ഇവിടെ പ്രവേശന ഫീസുണ്ട്. കുട്ടികൾക്കും പ്രായം ചെന്നവർക്കും 15 രൂപയാണ്, എന്നാൽ മുതിർന്നവർക്ക് 25 രൂപയും. ഇവിടുത്തെ ടൈം രാവിലെ 9 മണി തൊട്ട് പ്രവേശനം 9 തൊട്ട് 5:45 വരെയാണ്. നമുക്ക് തിരിച്ചിറങ്ങാനുള്ളത് 6 മണി വരെയും. ഇതാണ് അവിടുത്തെ ഓരോ ഇതിൻ്റെയും ചാർജ് എഴുതി വച്ചിരിക്കുന്നത്. മെഡോസ് എന്ന് എഴുതി വെച്ച ആ വലിയ കവാടത്തിലൂടെ നമ്മൾ അകത്തേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ അവിടെ ആൾ നിൽപ്പുണ്ട്. ടിക്കറ്റ് ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ നടപ്പാതയിലൂടെ പ്രവേശിക്കുകയാണ്. പ്രവേശന കവാടത്തിലൂടെ അകത്തേക്ക് കയറിയാൽ അങ്ങ് മൊട്ടക്കുന്നുകളുടെ ഏതാണ്ട് അവസാന ഭാഗം വരെയും കല്ലുപാകിയ വഴിയും ഈ നടപ്പാതയുടെ ഇരുവശങ്ങളുമായി യുജീനിയ ചെടികൾ നിരനിരയായി വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ചയുമാണ് കാണുന്നത്. പച്ചയും ചുവപ്പും കലർന്ന ഇലകൾ ഒരു വർണ്ണപ്രപഞ്ചം തന്നെ സൃഷ്ടിക്കുന്നു. നമ്മൾക്ക് ഈ യുജീനിയ ചെടികൾ നമ്മുടെ 2 സൈഡിലും ഇങ്ങനെ നിരനിരയായി നിൽക്കുകയാണ്. നമുക്കതിൻ്റെ ഇടയ്ക്കൂടിയുള്ള വഴികളിലൂടെയാണ് നമ്മൾ ഈ മൊട്ടക്കുന്നുകൾ കാണാനുള്ള യാത്ര നടത്തുന്നത്. വഴികളുടെ ഇരുവശത്തും മൊട്ടക്കുന്നുകളാണ്. നമ്മൾക്ക് വേണ്ട മൊട്ടക്കുന്നുകളിലേക്ക് നമുക്ക് കയറിപ്പോകാം. ഈ വഴി അങ്ങ് അവസാനത്തെ മൊട്ടക്കുന്നുകൾ വരെയുണ്ട്. ഞങ്ങൾ രാവിലെ ഇല്ലിക്കല്ലും ഏറ്റവും ആദ്യമേ ഇല്ലിക്കല്ലിലാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഇലവിഴ പുഞ്ചിറയും കണ്ട് അത് കഴിഞ്ഞ് 3ാമത്തെ സ്ഥലമാണ് ഈ വാഗമൺ മെഡോസ് അല്ലെങ്കിൽ വാഗമണിലെ മൊട്ടക്കുന്നുകൾ. അന്തരീക്ഷം മുഴുവൻ മേഘാവൃതമാണ്. മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. രാവിലെ തൊട്ട് അങ്ങനെ തന്നെയായിരുന്നു. ഈ മലകളിലൂടെ നടന്നു പോകുമ്പോൾ ഓരോ നിമിഷവും ദൃശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു നിമിഷം മഞ്ഞ് പടരുന്നു, അടുത്ത നിമിഷം സൂര്യകിരണങ്ങൾ പൊങ്ങി മുഴുവൻ പച്ചപ്പിനെയും സ്വർണ്ണ നിറമാക്കുന്നു. ഇവിടെ മേഘങ്ങൾ പതുക്കെ ഒഴുകുന്നു നോക്കുക. അതാണ് ഈ വാഗമണ്ണിൻ്റെ സൗന്ദര്യം. വീണ്ടും ഇടതൂർന്ന യുജീനിയ ചെടികൾക്കിടയിലൂടെ നമ്മൾ നടപ്പ് തുടരുകയാണ്. ഓരോ മൊട്ടക്കുന്നുകളിലും ആൾക്കാരുണ്ട്.
ഇവിടെ ഒരു ചെറിയ കുളമുണ്ട്. ഈ മൊട്ടക്കുന്നുകൾക്ക് സമീപത്തായി പൈൻവാലി, പൈൻമരക്കാടുകൾ, തങ്ങൾപ്പാറ, കുരിശുമല, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങി നിരവധി സ്ഥലങ്ങൾ നമുക്കിവിടെ വാഗമണ്ണിൽ കാണാൻ പറ്റും. ഇവിടുത്തെ ഏറ്റവും വലിയൊരു യാത്രയാണ് ഇവിടുത്തെ ജീപ്പ് ഓഫ് റോഡ്. വെള്ളച്ചാട്ടങ്ങളും ഇടുക്കി ഡാമിൻ്റെ ജലാശയത്തിൻ്റെ കാഴ്ചകളും എല്ലാം നമുക്ക് ആ ഓഫ് റോഡ് ജീപ്പ് ജേർണിയിൽ കവർ ചെയ്യാൻ പറ്റും. വാഗമൺ മുഴുവൻ പ്രകൃതിയുടെ സൗന്ദര്യത്തോടെ നിറഞ്ഞ ഒരു ഹിൽ സ്റ്റേഷൻ ആണെന്ന് തീർച്ചയായും നമുക്ക് പറയാൻ പറ്റും. എല്ലാവരും മഴക്കാറൊക്കെ വന്നുകൊണ്ട് പതിയെ അവിടുന്ന് തിരിച്ച് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞവർ മടങ്ങുന്നുണ്ട്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. മുകളിലേക്ക് നോക്കുമ്പോൾ ഈ പുൽമേടുകൾ പച്ചക്കടൽ പോലെ കാണാം, കാറ്റിനൊപ്പം ഇളകുന്ന തരംഗങ്ങൾ പോലെ. അതിനാലാണ് വാഗമൺ ഏഷ്യയുടെ സ്കോട്ട്ലാൻഡ് എന്ന് പലരും വിളിക്കുന്നത്. ഓരോ ഫ്രെയിമും സിനിമാറ്റിക്കാണ് ഇവിടെ. ഇവിടെ കുടുംബങ്ങളും കൂട്ടുകാരും ഒറ്റയായിട്ടുള്ള യാത്രികരും എല്ലാവർക്കും തങ്ങളുടെ ശാന്തത കണ്ടെത്താൻ കഴിയുന്നു. ഫോട്ടോഗ്രാഫർമാർക്ക് ഇതൊരു സ്വർഗം തന്നെയാണ്. മഞ്ഞും വെളിച്ചവും മാറി മാറി എത്തുന്ന മനോഹരമായ പശ്ചാത്തലം. ചുറ്റും മേഘങ്ങളിങ്ങനെ കുടചൂടി നിൽക്കുന്നു. അങ്ങകലെ കാണുന്ന മൊട്ടക്കുന്നിലും നിറയെ ആൾക്കാരുണ്ട്. ഞങ്ങളിവിടെ സിപ്പ് ലൈൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ചെറിയ തടാകം എന്ന് വേണമെങ്കിൽ പറയാം. തടാകം, അവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. ആ സിപ്പ് ലൈനിൻ്റെ അങ്ങേയറ്റമാണ് ആ കാണുന്നത്. ഇവിടുന്ന് പോയാൽ ഈ ജലാശയത്തിന് അപ്പുറത്തേക്ക് ഒന്നിലേക്കാണ് സിപ്പ് ലൈൻ വഴി യാത്ര ചെയ്ത് ചെല്ലുന്നത്. ഈ മൊട്ടക്കുന്നുകളുടെ ഈ താഴ്വാരത്ത് മാത്രമേ ഉള്ളൂ ചെറിയ മരങ്ങളുള്ളൂ. ബാക്കിയുള്ളവിടെ എല്ലാം മൊട്ടയാണ്. ഈ പച്ചപ്പുല്ലുകൾ മാത്രം കിളുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഈ അറിയപ്പെടുന്നത്. ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റും മാത്രം അല്പം മരങ്ങളുണ്ട്. ഇവിടെ നിന്നാണ് സിപ്പ് ലൈൻ്റെ യാത്ര ആരംഭിക്കുന്നത്. 400 രൂപയാണ് ഒരാൾക്ക് ഈ സിപ്പ് ലൈനിൽ അങ്ങോട്ട് യാത്ര ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടത്. ഒരു
കപ്പിൾസ് വന്നിട്ട് ആദ്യമേ ലേഡി യാത്ര ചെയ്യാമെന്ന് കരുതിയിട്ട് അവർ പേടിച്ചിട്ട് പിന്നെ പുറകോട്ട് മാറി. അത് കഴിയുമ്പോഴത്തേനും കൂടെ വന്നിരിക്കുന്ന ആൾ യാത്ര ചെയ്യുവാണ്. അയാൾ അങ്ങേ എൻഡിൽ എത്തി. അത് കണ്ടു കഴിഞ്ഞപ്പം ആ ലേഡിക്കും ശരിക്കും ധൈര്യം വന്നു. അവർ കുറച്ചു നേരം അതിന് മുമ്പ് അവിടെ നോക്കിയിട്ട് പിന്നെ അത് ഡിസ്കണക്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ വന്നയാളാണ് ആദ്യമേ യാത്ര ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ അവരും ധൈര്യപൂർവ്വം യാത്ര ചെയ്യുകയാണ്. അവിടെ തിരിച്ച് നടന്നു വരണം. സൂര്യൻ അസ്തമിക്കുമ്പോൾ പുൽമേടുകൾ സ്വർണത്തിൽ തിളങ്ങി മഞ്ഞ് വീണ്ടും മലകളെ ചേർത്ത് പിടിക്കുന്നു. ഒന്ന് തളർന്നു പോയാൽ പോലും ഇവിടെ വന്നൊരു ശ്വാസം എടുത്താൽ മതി. വാഗമൺ നിങ്ങൾക്ക് പുത്തൻ ഉണർവ് പ്രദാനം ചെയ്യും. ഇവിടെ വന്നാൽ സമയം നിലയ്ക്കുന്നു, പ്രകൃതി മനസ്സിനോട് സംസാരിക്കുന്നു. ഇത് സ്ലോപ്പിൽ താഴേക്കേ പോവുള്ളൂ സിപ്ലൈൻസ്. അപ്പോൾ അങ്ങോട്ട് യാത്രക്കാർ പോയി തിരിച്ച് അവരുടെ ഹെൽമെറ്റും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ നമ്മൾ നിൽക്കുന്ന ഒട്ടക്കുന്നിൻ്റെ താഴ്വരയിലുണ്ടായിരുന്ന ഒരു ലൊക്കേഷനിലേക്ക് സിപ്ലൈൻ വഴി അവർ അയച്ചു വിട്ടിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടത്. ഒരു വശത്തുനിന്ന് ഇങ്ങനെ മഴക്കാർ കയറി എടുത്ത് മാറിക്കൊണ്ടിരിക്കുന്നു. അന്തരീക്ഷം മൊത്തം ഈ വെള്ളമേഘങ്ങളാൽ മുഖരിതമാണ്. ഞങ്ങളും പതിയെ മൊട്ടക്കുന്നുകളോട് ബൈ പറഞ്ഞുകൊണ്ട് തിരിച്ചു നടക്കുകയാണ്. കൂടുതൽ യാത്രികർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. പൊതുവെ ഈ ഭാഗത്തുള്ള എല്ലാ മൊട്ടക്കുന്നുകളുടെ മുകളിലും ആൾക്കാരുണ്ട്. നമ്മൾ മുന്നേ കാണുന്നതാണ് തങ്ങൾപ്പാറ. അതിൻ്റെ ഇടതുവശത്തു നിന്നാണ് ആൾക്കാർ നടന്ന് കയറി. നമ്മളെ കാണുന്നതിൽ മുകളിൽ വഴി ആൾക്കാർ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇടതുവശത്ത് നിന്ന് കയറി ഇങ്ങനെ മുകളിലോട്ട് പോവുകയാണ്. തങ്ങൾപ്പാറയുടെ വിദൂര ദൃശ്യമാണ് നമ്മളിപ്പം കണ്ടത്.
യുജീനിയയുടെ മനോഹാരിത നമുക്ക് ഈ ഒരു ഷോട്ടിലാണ് നമുക്ക് ഏറ്റവും ക്ലിയറായിട്ട് കാണാൻ പറ്റിയത്. മറ്റുള്ള തവണ അങ്ങോട്ട് പോയപ്പോഴെല്ലാം നിറയെ ആൾക്കാരായിരുന്നു. നമ്മളത് കഴിഞ്ഞ് വഴിയിലെത്തി. ഇവിടെ എല്ലാം നിറയെ കടകളുണ്ട്. നമ്മുടെ വണ്ടി കുറച്ചപ്പുറത്തേക്ക് മാറിയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വഴി സൈഡിൽ പിള്ളേരെ ഈ കുതിരയുടെ മുകളിലൊക്കെ യാത്ര ചെയ്യിക്കാനൊക്കെയുള്ള പരിപാടിയായിട്ട് ആൾക്കാരുണ്ട്. കുറച്ച് പേര് അതിൻ്റെ ചുറ്റും കൂടിയിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.